ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പരിശുദ്ധമായ നോമ്പിൻ്റെ 3-ാം ദിവസത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുന്നുവല്ലോ. വ്യക്തിപരമായ വിശുദ്ധി മാത്രമല്ല, സാമൂഹിക തലങ്ങളിലെ സാരമായി ബാധിക്കുന്ന അശുദ്ധിയെ ശുദ്ധീകരിക്കുന്ന യഥാർത്ഥമായ ഉടമ്പടിയുടെ കാലം കൂടെയാണ്. നോമ്പിൻ്റെ ഈ യാത്രയിൽ ദൈവത്തോട് ചേർന്ന് നിന്ന് ഒരു മാറ്റത്തിൻ്റെ പുതിയ സൃഷ്ടിയാകുവാൻ നമുക്ക് സാധിക്കട്ടെ. അവിടുത്തെ കൃപയിൽ വളർന്ന് ശോഭിപ്പാൻ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ഈ പരിശുദ്ധമായ നോമ്പ് നമ്മെ അനുതാപത്തിലേക്കും അനുരഞ്ജനത്തിലേക്കും വിശുദ്ധിയിലേക്കും നീതിയിലേക്കും ജീവിക്കുവാൻ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന വേദഭാഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന വേദഭാഗം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായം 16 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. അതിൽ 17-ാം വാക്യം കുറിവാക്യമായി വായിച്ചു കൊള്ളട്ടെ. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയത് കഴിഞ്ഞു പോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയാകുവാൻ നമുക്ക് ഈ കാലയളവിലൂടെ സാധ്യമായി തീരണം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 3-7 വാക്യങ്ങൾ. യേശു അവനോട്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. നിങ്ങൾ പുതുതായി ജനിക്കണം എന്ന് ഞാൻ നിന്നോട് പറയുകയാൽ ആശ്ചര്യപ്പെടരുത്. കർത്താവിലുള്ള ബലം നമ്മുടെ സ്വയമുള്ള ബലമല്ല. ഈ കാലഘട്ടത്തിൽ യേശുവിൻ്റെ അകത്തുണ്ട്. യേശു ശക്തനാണ്. ഞാൻ പുതിയ സൃഷ്ടിയാണ്. പഴയതെല്ലാം കഴിഞ്ഞു പോയി. പഴയ പരാജയ ചിന്തകൾ, വീഴ്ചകൾ, പരാജയ അനുഭവങ്ങൾ ഇതെല്ലാം മാറി. ഞാൻ പുതിയ സൃഷ്ടിയാണെന്ന് പറയുവാൻ സാധിക്കണം. ഇതിലൂടെ ഒരു ചെറിയ ചിന്ത നിങ്ങളുമായി പറഞ്ഞുകൊള്ളട്ടെ. പുതിയ സൃഷ്ടിയായവൻ്റെ സ്വഭാവം മാറുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ മുടിയനായ പുത്രൻ്റെ ഉപമയെപ്പറ്റി നമുക്ക് കാണുവാൻ സാധിക്കും. പിതാവിൻ്റെ സ്നേഹം മനസ്സിലാക്കാതെ പിതാവിൻ്റെ വാക്കുകൾക്ക് വിപരീതമായി സഞ്ചരിച്ച ധൂർത്തപുത്രൻ. പക്ഷേ ആ പുത്രൻ്റെ ഒരു മടങ്ങിവരവാണ്, ഒരു എഴുന്നേൽക്കലാണ്, ഒരു തിരിച്ചറിവാണ് ഈ ഉപമയുടെ സാരാംശമെന്നത്. തിരിച്ചറിവ് ജീവിതത്തിൽ ഉണ്ടായപ്പോൾ നഷ്ടപ്പെട്ട പുത്രസ്ഥാനം വീണ്ടും ലഭിക്കുന്നു. എന്നാൽ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം മനസ്സിലാക്കാതെ പാപത്തിൻ്റെ വഴിയിലൂടെ പോയ നിമിഷങ്ങളുണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ. ദൈവത്തിൽ നിന്ന് നന്മ ലഭിക്കുമ്പോൾ ആ നന്മയിൽ നന്ദിയുള്ളവരാകാതെ പാപത്തിൻ്റെ പിന്നാലെ ഓടുന്നതായ ലോകമോഹങ്ങൾക്ക് പിന്നാലെ യാത്ര ചെയ്യുന്നതായിട്ടുള്ള നിമിഷങ്ങളുണ്ട്. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇവിടെ മുടിയനായ പുത്രന് തൻ്റെ പാപം മനസ്സിലായപ്പോൾ, ഒരു തിരിച്ചറിവിൻ്റെ അനുഭവം ഉണ്ടായപ്പോൾ തിരികെ മടങ്ങി വന്ന് ഒരു പുതിയ സൃഷ്ടിയായതുപോലെ നാമും ഒരു പുതിയ സൃഷ്ടിയായി മാറുവാൻ തയ്യാറാകണം. വേദപുസ്തകത്തിലെ ഒരു പ്രധാന കഥാപാത്രമാണ് യോന എന്നത്. ദൈവത്തിൽ നിന്ന് ഓടി അകലുന്നത് ജീവിതത്തിൽ ക്ഷണിച്ചു വരുത്തുന്ന ഏറ്റവും വലിയ ദുരന്തമാണ്. യോന അറിഞ്ഞുകൊണ്ട് അകന്നുപോയി. ദൈവം കോപിക്കുന്നത് യോനയോടല്ല, അവൻ നടത്തുന്ന യാത്രയോടാണ്. യോനയ്ക്ക് 3 ദിവസത്തെ കഠിനമായ പോരാട്ടം അനുഭവപ്പെട്ടു. സ്വയം ഒരുക്കിയ കളരിയിൽ പുതിയൊരു മാറ്റത്തിൻ്റെ വേദി രൂപപ്പെട്ടു. താൻ ആരാണെന്നും തൻ്റെ നിയോഗം എന്താണെന്നും താൻ ആരുടേതാണെന്നും ഉള്ള ചില സ്വയബോധത്തിലേക്ക് കടന്നു വരുവാൻ ഇന്ന് 3 ദിവസം എടുക്കേണ്ടി വന്നു. അബ്രഹാം 3 നാൾ മലമുകളിൽ തൻ്റെ പുത്രനായ ഇസഹാക്കിനെ ജീവനിലേക്ക് വീണ്ടെടുത്തു. ക്രിസ്തു 3 നാൾ ഉദ്ധാനത്തിലേക്ക് അനുഭവത്തിലേക്ക് പ്രവേശിച്ചു. യോന 3-ാം നാൾ സ്വയം രൂപാന്തരത്തിലേക്ക് പ്രവേശിച്ചു. ആർക്കും ലഭിക്കാവുന്ന ഒരു ഭാഗ്യമാണ് 3 നാൾ. നമ്മുടെ നോമ്പും പ്രാർത്ഥനകളും നീണ്ട കാത്തിരിപ്പിനായി ഭാവിക്കാതെ ദൈവാനുഭവത്തിൻ്റെ വെളിച്ചമായി തീരണം. സത്യത്തിൽ നോമ്പ് നമ്മെ വീണ്ടും ക്രിസ്തുവിലാക്കുകയാണ്, ഒരു പുതിയ സൃഷ്ടിയാക്കുകയാണ്. ഇതുവരെ നാം എന്തായിരുന്നു എന്നതിനെല്ലാം ഒരു തിരിച്ചറിവിൻ്റെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പഴയതെല്ലാം ഒരിഞ്ഞ്
പുതിയതായി ധരിപ്പിക്കുവാനായിട്ട് ഇടയാവണം. പുഴുവിൽ നിന്നും പൂമ്പാറ്റയിലേക്കുള്ള ആ രൂപാന്തരമാണ് നമ്മുടെ ജീവിതത്തിൽ ഈ നോമ്പ് കാലയളവിലൂടെ ഉണ്ടാകേണ്ടത്. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിപ്പോകുന്ന വീഴ്ചകളെ, പാപങ്ങളെയൊക്കെ മനസ്സിലാക്കി ഒരു തിരിച്ചറിവിൻ്റെ അനുഭവത്തിലേക്ക് എത്തിച്ചേരുവാൻ ചിത്രശലഭത്തെ പോലെ രൂപാന്തരം പ്രാപിച്ച് നിറഞ്ഞ് ശോഭിച്ച് ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായി മാറുവാൻ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ അവിടുന്ന് ഇടയാക്കണമേ. ആമേൻ.